ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലോ വാർത്തകളിലോ ഒക്കെ ഒരു വരിയോ രണ്ടു വരിയോ മാത്രം വായിച്ചു പോയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പലർക്കും വിശദമായി അറിയാൻ വഴിയില്ല. കാരണം ഈ സംഭവം നടന്നത് ആസമിലാണ്. സത്യത്തിൽ ആസമിൽ നടക്കുന്ന ഒരു വിഷയം നമ്മൾ മലയാളികളിലേക്ക് വരെ എത്തണമെങ്കിൽ അതിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? വിഷയം എത്ര വലുതാണെങ്കിലും ശരി, രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്ത് നമ്മൾ അതൊക്കെ പെട്ടെന്ന് മറക്കും. വാർത്തകൾക്ക് പിന്നാലെ ഓടുമ്പോൾ യഥാർത്ഥത്തിൽ ശബ്ദമുയർത്തേണ്ട പല ദാരുണ സംഭവങ്ങളും നമ്മൾ കാണാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ രാജ്യം മറ്റൊരു നിർഭയയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന നിർഭയ സംഭവത്തിൽ ഇരയായത് ഒരു മുതിർന്ന പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഇത്തവണ അസമിൽ ക്രൂരതയ്ക്കിരയായത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? ഒരു പെൺകുട്ടിയുടെയും ചിത്രങ്ങളോ വിവരങ്ങളോ പുറത്തുവിടാൻ നിയമപരമായി പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ വിവരങ്ങളൊന്നും ഞാൻ പറയുന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ പലരും ആ കുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അവബോധം വളർത്തുക എന്നതും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശബ്ദമുയർത്തുക എന്നതുമാണ് നമ്മുടെ ലക്ഷ്യം. അസമിലെ ഹൈലാക്കണ്ടി ജില്ലയിലുള്ള അലൈചേര എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. ഏകദേശം 150ഓളം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന വളരെ ശാന്തവും പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്നതുമായ ഒരു ഗ്രാമമാണിത്. കുറ്റകൃത്യങ്ങൾ വളരെ അപൂർവമായി മാത്രം നടന്നിരുന്ന ഈ പ്രദേശം തങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നാണ് അവിടുത്തെ ഗ്രാമവാസികൾ കരുതിയിരുന്നത്. ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആണ് മറ്റ് പ്രദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഇവരുടെ പ്രധാനപ്പെട്ട വഴി. ഈ ഗ്രാമത്തിലാണ് 15 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നിയമപരമായ നിയന്ത്രണങ്ങൾ ഉള്ളതിനാലും പെൺകുട്ടിയുടെ വ്യക്തിത്വം സംരക്ഷിക്കേണ്ടതിനാലും കുട്ടിയുടെ പേരോ ചിത്രമോ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ഓഗസ്റ്റ് 1 രാത്രി 10:30 സംഭവം നടക്കുന്നത്. ഈ 15 വയസ്സുകാരി തന്റെ അമ്മയ്ക്കും സഹോദരനുമൊപ്പം തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നടന്ന മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഭക്ഷണം കഴിച്ച് മടങ്ങാനായിരുന്നു ഈ കുടുംബത്തിന്റെ പദ്ധതി. എന്നാൽ അവിടെ വെച്ച് ഈ 15 വയസ്സുകാരി പെൺകുട്ടി അസ്വസ്ഥയായി കാണപ്പെടുകയും ബന്ധുക്കളുമായി വഴക്കിടുകയും ചെയ്തു. ചില ബന്ധുക്കൾ ഇത് സമ്മതിച്ചിട്ടുമുണ്ട്. അവൾക്ക് എന്തു പറ്റി? അവളെ കാണാൻ ഇന്ന് വളരെ അസ്വസ്ഥയായിട്ടുണ്ടല്ലോ. ഇങ്ങനെ കുടുംബാംഗങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീട്ടിൽ പോയി വിശ്രമിക്കാം എന്ന് അമ്മയോട് പറഞ്ഞ് വീടിന്റെ താക്കോലും വാങ്ങി പെൺകുട്ടി ഒറ്റയ്ക്ക് അവളുടെ വീട്ടിലേക്ക് നടന്നു. കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത സുരക്ഷിതമായ ഗ്രാമമായതിനാൽ രാത്രി 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരുന്നിട്ടും ആ അമ്മയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. മകൾ ഒറ്റയ്ക്ക് പോയിക്കോളും, നമുക്കൊരല്പസമയം കഴിഞ്ഞ് പോകാം എന്നായിരുന്നു അമ്മയും തീരുമാനിച്ചത്. എന്നാൽ രാത്രി ഒരു 11:30 ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അമ്മയും സഹോദരനും തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും വളരെ വേഗത്തിൽ അകത്തേക്ക് കയറി. അവിടെ പോയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളുടെ മൃതദേഹമാണ് ആ അമ്മയും സഹോദരനും കണ്ടത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ നിലയിലായിരുന്നു. സംഭവം കണ്ട് ആ അമ്മ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അമ്മയുടെ നിലവിളി കേട്ട് ഗ്രാമവാസികൾ ഒന്നടങ്കം അവിടെ തടിച്ചുകൂടി. എല്ലാവരും മരണാനന്തര ചടങ്ങിലായതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ആ പ്രദേശത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ വഴി വന്ന ആരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപരിചിതനാണ് ഇതിന് പിന്നിലെന്ന് ഗ്രാമവാസികൾ സംശയിച്ചു. പ്രകോപിതരായ ഗ്രാമവാസികൾ നാഷണൽ ഹൈവേ അപ്പോൾ തന്നെ ഉപരോധിച്ചു. വാഹനങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസും ഫോറൻസിക് ടീമും കളക്ടറും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആ വീടിന്റെ വാതിൽ ബലമായി തുറന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടുമില്ല. അതിനാൽ മോഷണ ശ്രമമല്ല എന്നും ഈ പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് ചെയ്ത ക്രൂരതയാണിതെന്നും പോലീസ് കണ്ടെത്തി. കൂടാതെ ടോൾ ഗേറ്റ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച സമയത്ത് സംശയാസ്പദമായ മറ്റു വാഹനങ്ങളോ അപരിചിതരോ അവിടെ എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പുറത്തുനിന്നുള്ള ആരുമല്ല, ഗ്രാമവാസികളിൽ ആരോ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യപ്പെട്ടതോടെ പ്രതിഷേധക്കാർ വഴിമാറുകയും അന്വേഷണത്തിന് പോലീസിനെ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന്
ജില്ലാ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഭവസ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. അതൊരു ചെറിയ വീടായതിനാൽ വിരലടയാളങ്ങൾ, കാൽപ്പാടുകൾ, തലമുടി തുടങ്ങി നിരവധി തെളിവുകൾ അവർക്ക് എളുപ്പത്തിൽ തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായി. ഈ വിരലടയാള പരിശോധനയിൽ ഒന്നിലധികം ആളുകൾ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് വ്യക്തമായി. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട DNA തെളിവുകളും പല്ലടയാളങ്ങളും ലഭിച്ചു. തലക്കേറ്റ കഠിനമായ പ്രഹരമാണ് മരണകാരണമെന്നും വ്യക്തമായി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മാതാപിതാക്കളുടെ അനുവാദത്തോടെ കൃത്യത ഉറപ്പാക്കാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ഒരു വീഡിയോ ആയി തന്നെ ചിത്രീകരിച്ചു. 5ഓളം പേർ ചേർന്ന് പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുകയും ഇരുമ്പ് വടി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 15 വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്ന ഈ ദാരുണമായ അവസ്ഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതോടെ പോലീസും നാട്ടുകാരും ഒരുപോലെ പ്രകോപിതരായി. തുടർന്ന് കുറ്റവാളികളെ കൃത്യമായി തിരിച്ചറിയാൻ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചു. ഇതിനായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലെ അവസാനത്തെ കോൾ വിവരങ്ങളും കഴിഞ്ഞ 6 മാസത്തെ കോൾ റെക്കോർഡുകളും പരിശോധിച്ചു. ചടങ്ങ് നടന്നിരുന്ന സ്ഥലത്തു നിന്നും രാത്രി 10 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പെൺകുട്ടി ഫോണിൽ ആരോടോ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. താൻ അമ്മയോടും സഹോദരനോടും ഒപ്പമായിരുന്നുവെന്നും ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ആരോടോ തർക്കിക്കുന്ന രീതിയിലായിരുന്നു ആ സന്ദേശമെല്ലാം. ഈ മെസ്സേജുകൾ ആർക്കാണ് അയച്ചതെന്ന് ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. തുടർന്ന് പെൺകുട്ടിയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ച വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അതേ ഗ്രാമത്തിലുള്ള 19 വയസ്സുള്ള ജോയ്ദീപ് റോയ് ആണെന്ന് പോലീസ് കണ്ടെത്തി. പെൺകുട്ടി പഠിച്ച സ്കൂളിലെ തന്നെ സീനിയർ വിദ്യാർത്ഥിനിയായിരുന്നു ഇവൻ. മുൻപ് ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും അടുത്തിടെ പെൺകുട്ടി ബന്ധം അവസാനിപ്പിച്ചതായും സുഹൃത്തുക്കളിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രണയപ്പകയാകാം കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് സംശയിച്ചു. ഈ സംഭവം നടന്ന രാത്രി 10:30ക്കും 11:30ക്കും ഇടയിൽ ആ പ്രദേശത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻസ് പരിശോധിച്ചപ്പോൾ ജോയ്ദീപിന്റെ ഫോൺ സാന്നിധ്യം ഈ വീടിന്റെ സമീപത്തായി തന്നെ കണ്ടെത്തി. തുടർന്ന് പോലീസ് ഈ ജോയ്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഫോറൻസിക് തെളിവുകൾ പ്രകാരം ഒന്നിലധികം ആളുകൾ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് വ്യക്തമായിരുന്നതിനാൽ പോലീസ് ടവർ ലൊക്കേഷൻ വിവരങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് 4 യുവാക്കളെ കൂടി കണ്ടെത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റ് 2 പേരെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞു. 18 വയസ്സുകാരനായ അപ്പു മലാക്കർ, മറ്റൊരു 17 വയസ്സുകാരനായിരുന്നു ഈ 2 പേരും. പ്രായപൂർത്തിയാകാത്തതിനാൽ 17 വയസ്സുകാരനെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. എന്നാൽ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മാനസിക ശാരീരിക പക്വത വിലയിരുത്തി ഇവനെയും മുതിർന്ന കുറ്റവാളിയായി പരിഗണിക്കാനുള്ള നിയമ നടപടികൾക്ക് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതോടെ ജോയ്ദീപ് റോബ്, അപ്പു മലാക്കർ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ ചേർന്ന് പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രധാന പ്രതിയായ 19 വയസ്സുകാരൻ ജോയ്ദീപിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പുറത്തുവന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇരുവരും പരിചയത്തിലായിരുന്നു. ജോയ്ദീപ് 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 9ാം ക്ലാസ്സുകാരിയായ ഈ പെൺകുട്ടിയോട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്നതും ഇരുവരും പ്രണയത്തിലാകുന്നതും. എന്നാൽ പിന്നീട് പെൺകുട്ടി സ്കൂളിലെ മറ്റ് ആൺകുട്ടികളോട് സംസാരിക്കുന്നത് ജോയ്ദീപിന് ഇഷ്ടമല്ലായിരുന്നു. ഇത് പെൺകുട്ടിയെ നിരന്തരം നിയന്ത്രിക്കാനും മാനസികമായി ബുദ്ധിമുട്ടിക്കാനും കാരണമായി. ജോയ്ദീപ് സ്കൂൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷവും സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിയെ നിരീക്ഷിക്കുന്നത് തുടർന്നു. പെൺകുട്ടി മറ്റൊരാളുമായി സംസാരിക്കുന്നു എന്നാരോപിച്ച് നിരന്തരം വഴക്കിടുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് പെൺകുട്ടി ഈ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ജോയ്ദീപ് പോലീസിന് നൽകിയ മൊഴിയിൽ പെൺകുട്ടി തന്നോട് സംസാരിക്കുന്നതിനൊപ്പം സ്കൂളിലെ മറ്റൊരു ആൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും സംശയവും അസൂയയുമാണ് ഈ ആക്രമണത്തിന് കാരണമായതെന്നും പറഞ്ഞു. ബന്ധം അവസാനിപ്പിച്ചെങ്കിലും പെൺകുട്ടി ജോയ്ദീപിന്റെ മെസ്സേജുകൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ടായിരുന്നു. ഈ ദേഷ്യത്തിൽ അവൻ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. സുഹൃത്തുക്കളായ മറ്റു കൂട്ടുകാരെയും കൂടെ ചേർത്ത് ജോയ്ദീപ് അവളെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ തങ്ങളോടൊപ്പം 3 പേരല്ല ആകെ 5 പേരുണ്ടായിരുന്നുവെന്ന് ജോയ്ദീപ് വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 23 വയസ്സുള്ള മനോജ് ദാസ്, 18 വയസ്സുള്ള സിരാജ് ദാസ് എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ 17 വയസ്സുകാരൻ മുതൽ 23 വയസ്സുകാരൻ വരെയുള്ള 5 യുവാക്കളുടെ സംഘമാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് വ്യക്തമായി. സംഭവ ദിവസം പെൺകുട്ടി എവിടെയാണെന്ന് ജോയ്ദീപ് മെസ്സേജിലൂടെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരുന്നു. ശല്യം ഒഴിവാക്കാനും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന് ഭയന്നുമാണ് പെൺകുട്ടി മറുപടി നൽകിയത്.
താൻ അമ്മയോടും സഹോദരനോടും ഒപ്പം ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പെൺകുട്ടി അറിയിച്ചു. ഒരു മെസ്സേജിന് റിപ്ലൈ നൽകിയിട്ടും അവൻ വീണ്ടും വീണ്ടും അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എല്ലാം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതവൾക്ക് വല്ലാത്ത മാനസിക സംഘർഷത്തിനിടയാക്കി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ ആ ചടങ്ങിനിടെ പോലും ബന്ധുക്കളോടും കുടുംബത്തോടും വളരെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചത്. തുടർന്ന് തനിക്ക് തലവേദനയാണെന്നും പറഞ്ഞ് വീട്ടിലെ താക്കോലും വാങ്ങി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് നടക്കുന്ന വഴിയിലും പെൺകുട്ടി ജോയ്ദീപിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഫോണിലെ മെസ്സേജുകൾ ജോയ്ദീപ് നശിപ്പിച്ചെങ്കിലും സൈബർ സുരക്ഷാ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് അവയെല്ലാം റിക്കവർ ചെയ്തു. സംഭവ ദിവസം പെൺകുട്ടി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ ജോയ്ദീപ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെ കൂട്ടത്തിലുള്ള 17 വയസ്സുകാരൻ പെൺകുട്ടിയെ പിന്തുടരുകയും അവൾ വീട്ടിലെത്താറായി എന്ന വിവരം ജോയ്ദീപിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. രാത്രി 10:40 പെൺകുട്ടി തന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ച ഉടനെ തക്കം പാർത്തിരുന്ന ഈ 5 അംഗ സംഘം വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് വാതിൽ പൂട്ടി പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. തനിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ എല്ലാം അവസാനിച്ചിരുന്നു. ഈ 5 പേരും ചേർന്ന് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും ആ ജോയ്ദീപിന് അവളോടുള്ളൊരു ദേഷ്യവും അസൂയയും മാറിയതേയില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവനും അവന്റെ കൂട്ടുകാരും. തുടർന്ന് കുറ്റകൃത്യം പുറത്തു വരാതിരിക്കാൻ ഇവർ ഇരുമ്പ് വടി ഉപയോഗിച്ച് പെൺകുട്ടിയെ മാരകമായി പരിക്കേൽപ്പിച്ചു. അവളുടെ സ്വകാര്യ ഭാഗത്ത് ഈ ഇരുമ്പ് റോഡ് കയറ്റുകയും ചെയ്തു. രാത്രി 10:45-നും 11:30-നും ഇടയിലാണ് ഈ ക്രൂരത നടന്നത്. ഈ കേസിൽ ഇപ്പോൾ പിടിയിലായവർക്കെതിരെ IPC സെക്ഷൻ 103 കൊലപാതക കേസ്, സെക്ഷൻ 65 കൂടാതെ പോക്സോ നിയമത്തിലെ സെക്ഷൻ 6 എന്നിവ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളതിനാൽ പോക്സോ നിയമപ്രകാരമുള്ള കടുപ്പമേറിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മരിച്ചത് ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇനി ഇവർക്ക് ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതിനുശേഷം ഇനി ജയിലിനുള്ളിൽ ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാകുമോ? എത്രത്തോളം ക്രൂരമായി, എത്രത്തോളം കഷ്ടപ്പെട്ട് മരിക്കണമോ അത്രയും കഷ്ടപ്പെട്ടായിരിക്കും ഇവർ മരിക്കുന്നത്. ഇവളെന്താ ഇത്രയും നെഗറ്റീവ് പറയുന്നത്? ഇത്രയും ക്രൂരതയുള്ളൊരു പെൺകുട്ടിയാണോ ഇവൾ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതുപോലെയുള്ള ക്രൂരന്മാരായ ആളുകളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കാൻ തോന്നുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുടെ വീട്ടിൽ പെൺമക്കളുണ്ടെന്ന് എനിക്കറിയില്ല. അവരെ നമ്മളൊക്കെ എത്ര സ്നേഹം കൊടുത്തിട്ടാകും വളർത്തുക. ഒരു വീട്ടിൽ പെൺകുട്ടി ജനിച്ചാൽ തന്നെ ആ വീട്ടിൽ സന്തോഷമായിരിക്കും. എന്നാൽ അസമിലെ ആ ഗ്രാമത്തിലുള്ള ആ വീട്ടിലെ സന്തോഷം ഇപ്പോൾ ഇല്ലാതായി. ആ വീട്ടിൽ ഇനി ഒരിക്കലും അവർക്ക് സന്തോഷത്തോടിരിക്കാനും കഴിയില്ല. അവസാനം വരെ നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ ആ പെൺകുട്ടിയെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ മാനസിക സംഘർഷത്തിൽ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ വലിയൊരു ക്രൂരത വേറെ ഉണ്ടാകില്ലല്ലോ. ദയവ് ചെയ്ത് ആൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. പെണ്ണെന്നാൽ എന്താണ്, ഒരു പെൺകുട്ടിയെ എങ്ങനെ നോക്കണം, അവളോട് എങ്ങനെ സംസാരിക്കണം, അവളുടെ ശരീരത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്നതൊക്കെ ദയവ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അങ്ങ് കൊന്നുകളയണം. ഓരോ അച്ഛനമ്മമാർക്ക് മുന്നിലും ഇവനൊരു മൃഗമായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൃഗത്തെ വളർത്തിയിട്ട് അവസാനം അതിനൊരു പെൺകുട്ടി ഇരയാവുകയാണെങ്കിൽ അങ്ങനെ ഒരു മൃഗത്തെ എന്തിനാണ് വളർത്തുന്നത്? അടുത്തിടെ ഞാൻ കണ്ടൊരു സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. യൂഫോറിയ എന്നൊരു സിനിമ. ആ സിനിമയിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മെസ്സേജ്. ഒരു വീട്ടിൽ നിന്ന് ഒരു കുറ്റവാളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് അവൻ മാത്രം കാരണക്കാരനല്ല, അവന്റെ അച്ഛനമ്മമാരും വലിയൊരു കാരണമാണ്. കൃത്യമായി പറഞ്ഞാൽ അവന് നൽകുന്ന ശിക്ഷയോടൊപ്പം ആ അച്ഛനമ്മമാർക്കും ശിക്ഷ നൽകണം. കാരണം സ്വന്തം വീട്ടിലെ ഒരു പയ്യനെ കൃത്യമായി വളർത്താൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരമ്മ തൻ്റെ മകന് ജന്മം നൽകുന്നു. എന്നാൽ ആ അമ്മ തന്നെ എങ്ങനെയാണോ പെറ്റത്, ആ അമ്മയുടെ ശരീരത്തെ എങ്ങനെ ബഹുമാനിക്കണം, ആ അമ്മയെപ്പോലുള്ള മറ്റു സ്ത്രീകളുടെ ശരീരത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ആ മകനെ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അവന് ആൺകോയ്മയും അഹങ്കാരവും മാത്രമല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പക വീട്ടാമെന്ന് മാത്രമല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. ഒരു പെൺകുട്ടിയുടെ ശരീരത്തോട് എങ്ങനെ ആഗ്രഹം തോന്നണമെന്ന് മാത്രമല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയെങ്കിൽ അവർക്കൊക്കെ എങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്തിരിക്കാൻ സാധിക്കും? ഈ വീഡിയോ വീട്ടിലുള്ള മാതാപിതാക്കൾ മാത്രം കാണാതെ നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പോലും ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതൊക്കെ അഡൾട്ട് കണ്ടന്റ് ആണ്. ഇതൊന്നും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അവർക്കിതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പറയാതെ തന്നെ അവർ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും കാണുന്നത് കൊണ്ടാണ് അവർ വഴിതെറ്റി പോകുന്നത്. ഇതാണ് സത്യം. ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് ഇതുപോലുള്ള വീഡിയോകൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങണം. ഓരോ പെൺകുട്ടിക്കും ഇതൊരു സാമൂഹിക ബോധവൽക്കരണമായിരിക്കും. സ്കൂളിൽ പ്രണയം എന്നാൽ എന്താണെന്ന് പോലും അറിയാതെ ഒരാൾ പോയി പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ
അവനും പ്രണയം എന്തെന്നറിയില്ല. ഇവ രണ്ടുപേർക്കും ഇടയിലുള്ളത് ഒരു ആകർഷണം മാത്രമായിരിക്കും. തുടക്കത്തിൽ പൊസസീവ്നെസ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് പതുക്കെ സംശയങ്ങളായി മാറാൻ തുടങ്ങും. ഒടുവിൽ ബ്രേക്കപ്പ് എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അവൻ എങ്ങനെയുള്ള ഒരു സൈക്കോ സ്വഭാവമായിരിക്കും കാണിക്കുക എന്ന് ഒരു പെൺകുട്ടിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. റെയിൽവേ സ്റ്റേഷനിൽ പോയി അരിവാൾ കൊണ്ട് വെട്ടുക, ഒരു കുപ്പിയിൽ ആസിഡ് കൊണ്ടുപോയി ഒഴിക്കുക, പെട്രോൾ കൊണ്ടൊന്ന് കത്തിക്കുക എന്നിങ്ങനെ വടക്ക് മുതൽ തെക്ക് വരെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ആദ്യത്തെ കാര്യം, മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക. നമ്മുടെ പാട്ടിനെ പഠിക്കുക, നമുക്കെന്ന് പറഞ്ഞ് കുറച്ച് കൂട്ടുകാരുണ്ടാക്കുക, നമ്മുടെ ജീവിതം ആരോഗ്യകരമായി ജീവിക്കുക എന്ന് വിചാരിച്ച് ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം നോക്കുക. ഓരോ ആൺകുട്ടിക്കും ഇതൊരു ബോധവൽക്കരണമായിരിക്കും. നമ്മൾ കാണുന്നൊരു രീതി തെറ്റാണ്, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇതുപോലുള്ള ശിക്ഷകൾ കിട്ടും, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതുപോലൊരു മൃഗമാകാൻ പാടില്ല എന്ന് ഓരോരുത്തരുടെയും ഉള്ളിലൊരു തോന്നൽ വരണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ അയ്യോ ഇവരൊക്കെ കുട്ടികളല്ലേ, ഇവർക്കിതൊന്നും അറിയാൻ പാടില്ല എന്നൊന്നും കരുതരുത്. കുട്ടികൾക്കൊക്കെ ഇതറിയണം. ഒരു ചെടിയുടെ വേരുകൾ നിങ്ങൾ ശക്തിയായി മണ്ണിലേക്ക് ഉറപ്പിച്ചാൽ മാത്രമേ അത് വളർന്നു വലിയ മരമാവുകയുള്ളൂ. തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അറിയാൻ സാധിക്കും. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.